പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൂരത്തും ചാരത്തും വരുന്ന ശ്രദ്ധിക്കുന്ന സകലർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മുടെ പാപങ്ങളെ നമ്മോട് കണക്കിടാതെ നമ്മുടെ പാപങ്ങളെ നമ്മോട് ക്ഷമിക്കുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവമക്കളെ അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് യെശയ്യാവ് 43:25 നമുക്ക് വായിക്കാം. ഐസയ 43:25. എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിൻ്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു, നിൻ്റെ പാവങ്ങളെ ഞാൻ ഓർക്കുകയും ഇല്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പാപങ്ങളാൽ മരിച്ചവരായിരുന്നു അല്ലേ? എന്നാൽ യേശു ക്രിസ്തുവിൽ നമ്മെ ഉയർപ്പിച്ചു. എന്തിനാ? അവന് നമ്മോടുള്ള വലിയ സ്നേഹനിമിത്തം. Ephesians 2:4-5. എഫേസ്യർ 2:4-5 കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച് മഹാസ്നേഹനിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര ശക്തമായി പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുക. ഗ്രേറ്റ് ലവ്. ഹല്ലേലൂയ. വലിയ ഷിപ്രക്കൊക്കെ നേരിടേണ്ടി വന്നു പൗലോസ് അപ്പോസ്തലന്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഏത് പ്രതികൂലത്തിൻ്റെ മധ്യത്തിലാണെങ്കിലും നമ്മളെ മിസ്ജഡ്ജ് ചെയ്യാത്ത ഒരു വ്യക്തി ലോകത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവ് കേട്ടോ. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ നാളിൽ വന്നേ പറ്റത്തുള്ളൂ. അതിൻ്റെ പവറും അതിൻ്റെ ബ്യൂട്ടിയും വലുതാണ്. പ്രൈസ് ഗോഡ്. നമ്മളിൽ പ്രവർത്തിക്കുന്നത് കർത്താവാണ്. വ്യത്യാസം തരാൻ കർത്താവിന് കഴിയും. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2:13 ഇങ്ങനെ പറയുന്നു: ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്ന സ്തോത്രം. നിൻ്റെ സ്നേഹത്തിൻ്റെ ആഴ നിമിത്തമല്ല, ദൈവത്തോടുള്ള നിൻ്റെ ആറ്റിറ്റ്യൂഡ് നിമിത്തമല്ല, നിൻ്റെ പ്രവൃത്തികളൊക്കെ അവൻ്റെ മുമ്പിൽ ഹാർട്ട്ലെസ് ആക്ട്സാണ്. അതായത് ഹൃദയശൂന്യതയിൽ നീ ചെയ്യുന്ന പ്രവൃത്തികളാണ്. ഹല്ലേലൂയ. പലപ്പോഴും ചില വിക്കഡായിട്ടുള്ള നുണകൾ പറഞ്ഞ് ചില വൈൽഡായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ ജീവിതത്തിൽ നടത്തി ദൈവപൈതലേ, നീ ഡിസ്ട്രസ്റ്റ്ഫുൾ ഓഫ് ജസ്റ്റ് ആയി മാറിയിട്ടില്ലേ? യേശു കർത്താവിൻ്റെ ആ സ്നേഹം മാത്രമേ നിന്നിലേക്ക് ട്രാൻസ്പ്ലാന്റഡായി തീരാവുള്ളൂ. വിശ്വസിക്കുന്ന നിൻ്റെ ഹൃദയത്തിൽ പ്രൈസ് ദി ലോർഡ് അത് കാണണം. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരത്തുള്ളൂ കേട്ടോ. ദൈവം നമ്മോട് ക്ഷമിച്ചതുകൊണ്ട്, അവൻ്റെ ആ ബൗണ്ട്ലെസ് ലൈഫ് നിമിത്തം, അവൻ നമ്മിൽ വസിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് സഹിപ്പാൻ തക്കവണ്ണം നാം ഒരുക്കമുള്ളവരായി ഇരുന്നേ പറ്റൂ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ ഒരു വിഷയമാണ് ഫൊർഗീവ്നെസ്. അതുകൊണ്ട് നാം ഇച്ചിരി മുന്നോട്ട് പോയാലും നമ്മൾ വിചാരിക്കുന്നത് പോലെ ചിലപ്പോൾ നമുക്ക് ചിലതൊക്കെ ചെയ്യേണ്ടി വന്നാലും താഴ്ന്നു കൊടുക്കേണ്ടി വന്നാലും ദൈവവേദനയെ ഏൽപ്പിച്ചു കൊടുക്കണം. എവിടെയെല്ലാം ഗ്യാപ്പുണ്ടോ അവിടെ ഒരു പാലം വലിച്ചിട്ട്, ഒരു ബ്രിഡ്ജ് വലിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൽ കൂടെ സ്നേഹം പോകട്ടെ. പ്രൈസ് ഗോഡ്. അത് ഈ വിളനെയല്ല കൊണ്ടുവരുന്നത്, ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നതായിട്ട് തീരും. പ്രൈസ് ഗോഡ്. നീ ചിലപ്പോൾ പറയും, ഞാൻ അവനോട് ക്ഷമിച്ചു, അതുകൊണ്ട് എനിക്ക് ഒരു ഗ്രഡ്ജും അവനോടില്ലെന്ന് പറയും. നല്ല കാര്യം. നീ നിൻ്റെ ആ കുറ്റബോധത്തെ, പാവത്തെ നീ റിലീസ് ചെയ്തു. നിൻ്റെ സ്വന്തം ദേഷ്യപ്പെട്ട ആ സ്വഭാവത്തിൽ നിന്നൊക്കെ റിലീസ് ചെയ്തു. പക്ഷെ അത് മാത്രം പോരല്ലോ. ഏത് സ്വാതന്ത്ര്യത്തിലേക്ക് നീ വന്നോ ആ സ്വാതന്ത്ര്യത്തിൽ നീ ജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ വെളിച്ചവും നിൻ്റെ ഒരു ചിരിയിൽ കൂടി നീ ഒരു പ്രൈസ് ലോർഡ് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ആ പ്രൈസ് ലോർഡിൽ കൂടെ ഹല്ലേലൂയ ദൈവസ്നേഹം വ്യാപരിക്കട്ടെ. ട്രൂ ഫൊർഗീവ്നെസ്
അത് വെറുതെ ഐ ഹാവ് ഫൊർഗിവൺ യു എന്ന് പറയുന്നതുകൊണ്ട് മാത്രമല്ല, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ കാണുന്ന ദൈവം, അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം സകലതും കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അവൻ്റെ സകലവും നഗ്നവും മരണവുമായിരിക്കുന്നത്. നമ്മെ വിളിച്ചത് തന്നെ ദൈവം നമ്മളോട് എങ്ങനെ ക്ഷമിച്ചോ അതുപോലെ നാം മറ്റുള്ളവരോട് ക്ഷമിക്കാനാണ്. ദൈവം എങ്ങനെയാണ് നമ്മളോട് ക്ഷമിച്ചത്? ഹല്ലേലൂയ. ഇപ്പോൾ ജസ്റ്റ് അങ്ങ് പറയുമായിരുന്നോ യു ആർ ഫൊർഗിവൺ? നോ. താൻ തൻ്റെ പുത്രൻ്റെ ജീവിതത്തെ, ഹിസ് സൺസ് ലൈഫ് നമുക്ക് വേണ്ടി കൊടുത്തു. നമ്മളാരായിരുന്നു? എനിമീസ് ആയിരുന്നവരവൻ്റെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം അവൻ്റെ എനിമീസ് ആയിരുന്ന സമയത്ത് അവൻ ആ ജീവൻ നമുക്ക് വേണ്ടി തന്നു. ഹല്ലേലൂയ. ആ നല്ല ദൈവത്തോട് ചേർന്ന് നിൽപ്പാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാമേ. അവൻ നമ്മെ ദൈവത്തിൻ്റെ കുടുംബത്തിലേക്ക് നമ്മെ സ്വീകരിച്ചു. ക്രിസ്തുയേശുവിന് കൂട്ടവകാശികളായി നമ്മെ തീർത്തു. ഒരിക്കലും നമ്മളെ കൈവിടത്തില്ലെന്ന് അവൻ നമ്മോട് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ടല്ലേ. ഒരിക്കലും കൈവിടില്ലെന്നരുളിയവൻ. ഓരോ നാളും പ്രൈസ് ഗോഡ്, ഓരോ നാളും നമ്മുടെ കൂടെ അവനുണ്ട് കേട്ടോ. നമ്മുടെ കൂടെ അവൻ യാത്ര ചെയ്യുക. നമ്മുടെ നന്മയാണ് അവൻ അന്വേഷിക്കുന്നത്. സങ്കീർത്തനം 68:19 വാക്യം, സാം 68:19. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. ദൈവം ഫൊർഗീവ്നെസ്സിനെ കുറിച്ച് സീരിയസ് ആയിട്ട്, ലിറ്ററലായിട്ട് അനേക കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നു അല്ലേ. അതുകൊണ്ട് നമുക്ക് നമ്മളെ ഒഫൻഡ് ചെയ്തവരെ ബ്ലെസ് ചെയ്യാനായിട്ട് പറ്റാറായോ? ഹല്ലേലൂയ. ചിന്തിക്കാൻ പോലും മേലെന്നായിരിക്കും പറയുന്നത്. പ്രൈസ് ഗോഡ്. ഇങ്ങനെ നമ്മുടെ ഒഫൻഡേഴ്സിനെ നമ്മൾ ബ്ലെസ് ചെയ്യുന്നത്, അതായത് നമ്മുടെ തിന്മ ചെയ്യുന്നവരെ നമ്മൾ നന്മയാൽ തോൽപ്പിക്കുക. തിന്മ ചെയ്തവരോട് നന്മ ചെയ്യുന്ന ആ ഒരു പ്രിൻസിപ്പിളുണ്ടല്ലോ, ഹല്ലേലൂയ, അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ബ്ലെസ്സിങ് കൊണ്ടുതരും. അത് എത്ര സീനിയറായിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഏറ്റവും ആശ്വാസമറ്റ നിലയിലാണ് ദൈവത്തിലെ നീയെങ്കിലും ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുകയും ചെയ്തു തരും. ഇന്നത്തെ ഡെയിലി ഡിവോഷൻ വിശ്വസിക്കുക ദൈവത്തിലെ നിനക്ക് വേണ്ടിയാണ്. ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ദൈവത്തിൻ്റെ ഹെൽപ്പ് ആർക്ക് ആവശ്യമുണ്ടോ, ടു ഗോ ഓൾ ദ വേ ഇൻ ഫൊർഗീവ്നെസ്, ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. അതിനൊരു പ്രോഗ്രഷൻ നമ്മൾ കാണുന്നുണ്ട്. ഒന്നാമത്തേത്, റീപേ നോ ഈവിൾ ഫോർ ഈവിൾ. റോമാലേഖനം 12:17. റീപേ നോ വൺ ഈവിൾ ഫോർ ഈവിൾ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകലയുടെ മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി. 18 ഇങ്ങനെ പറയുന്നു, കഴിയുമെങ്കിൽ നിങ്ങളെല്ലാവോളും സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. പ്രൈസ് ഗോഡ്. റോമാലേഖനം 12:19 ദൈവം പറയുന്നുണ്ട്, പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിനിടം കൊടുപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, കുഞ്ഞെ, നിൻ്റെ എനിമി, നിൻ്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ നീ അവന് തിന്നാൻ കൊടുക്കണം. അവന് ദാഹിക്കുന്നുവെങ്കിൽ നീ അവന് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണം. അങ്ങനെ നന്മയാൽ തിന്മയെ ജയിക്കണം. റോമാലേഖനം 12:20-21. നിൻ്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കാം. അത് ദൈവകൃപ, അതിൻ്റെ ഒരു മിറക്കിളാണ് അത് കേട്ടോ. കുഞ്ഞെ, നിനക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒരിക്കൽ മാത്രമല്ല, ഓവർ ആൻഡ് ഓവർ എഗെയിൻ. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും എന്നിന്നും എൻ്റെ കർത്താവ് അത് ആഗ്രഹിക്കുന്നത് ഞാനത് അറിയുന്നു. കർത്താവേ, പ്രൈസ് ഗോഡ്, കൾട്ടിവേറ്റ് എ ഹാർട്ട് ഓഫ് ഫോർഗീവ്നെസ്. ക്ഷമിക്കുന്ന ഒരു ഹൃദയത്തെ നമുക്ക്, മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന ഒരു ഹൃദയത്തെ നമുക്ക് വളർത്തിയെടുക്കാമേ.
എന്തുകൊണ്ടാണ്? കാരണം ദൈവം നമ്മോട് ക്ഷമിച്ചു. അപ്പോൾ മനസ്സിലാക്കണം, ഫോർഗീവ്നെസ് ഒരു ഈസി റോഡല്ല. പക്ഷേ ദൈവം നമുക്ക് ആവശ്യമാകുന്ന സ്ട്രെങ്ത് തരും. അവൻ്റെ കൽപ്പനകളൊക്കെ അനുസരിപ്പാൻ തക്കോണം അങ്ങനെ മുന്നോട്ട് പോയി നിത്യജീവൻ അവകാശികളായി തീരുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കട്ടെ. കണ്ണുനടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ കൽപ്പനകൾ, കർത്താവേ സ്തോത്രം, അതനുസരിച്ച് അതിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ നിത്യതയിൽ മുഖാമുഖം കാണുമ്പോൾ ആ ദൈവസ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കി അതിൽ നിമഗ്നരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.